ഫുട്ബോൾ ലോകത്ത് ഇതുവരെ നടന്നിട്ടുള്ള ഡീലുകളെക്കാൾ വലിയൊരു ഡീല് റയൽ മാഡ്രിഡ് മൈക്കൽ ഒലിസയ്ക്ക് വേണ്ടി തയ്യാറാക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ നോക്കണം. പിന്നെ അലജാൻഡ്രോ ബെസ്റ്റോണി എന്ന് പറയുന്ന ഇറ്റാലിയൻ സെന്റർ ബാക്ക് ടു റയൽ മാഡ്രിഡ് എന്ന വാർത്തയുടെ യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പൊ രണ്ട് കാര്യങ്ങൾ മാത്രം, രണ്ടും റയലിന്റെ കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ഈ ഒരു വീഡിയോ മറ്റ് റയൽ ഫാൻസിലേക്ക് എത്തിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തുടങ്ങാം, പെട്ടെന്ന് നോക്കാം. അലജാൻഡ്രോ ബെസ്റ്റോണി ടു റയൽ മാഡ്രിഡ്. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി, എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളം ഇതായി കാണും ഈ ഒരു വാർത്ത കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അലജാൻഡ്രോ ബെസ്റ്റോണി ഇന്റർ മിലാൻ വിടാനുള്ളൊരു തീരുമാനം അലജാൻഡ്രോ ബെസ്റ്റോണി എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്നാൽ ഇന്റർ മിലാൻ അങ്ങനെ ചുമ്മാ കൊടുക്കാൻ തയ്യാറല്ല. അവരെ സംബന്ധിച്ച് 60 മില്യണിന് മുകളിൽ ഒരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, 60 മില്യൺ യൂറോസിന് മുകളിൽ ഒരു എമൗണ്ട് ഏതെങ്കിലും ടീം തന്നു കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസ്ഫറിനെ കുറിച്ച് അവർ തീരുമാനിക്കുമെന്നതാണ് അവരുടെ ഒരു സ്റ്റാൻഡ് എന്ന രീതിയിലാണ് പല ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 60 മില്യൺ കൊടുത്തിട്ട് ഈ ഒരു റയൽ മാഡ്രിഡ് ഈ ഒരു പ്ലെയറെ സൈൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ റയലിൻ്റെ കുറേ ഫാൻ പേജസും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഫാൻ പേജസ് ഒക്കെ ഇന്നലെ രാത്രി മുതൽ ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു റിയാലിറ്റി നമ്മൾ നോക്കുമ്പോൾ അലജാൻഡ്രോ ബെസ്റ്റോണി എന്ന് പറയുന്ന താരവുമായിട്ട് ബാഴ്സലോണ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാക്കിയതാണ്. എല്ലാം റെഡിയാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലെയറുമായിട്ട് സംസാരിച്ച് എല്ലാം സെറ്റാക്കി, അങ്ങനെ ഫുൾ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുമ്പോഴാണ് ബാഴ്സയുടെ കോച്ചായിട്ട് ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയർ എൻ്റെ ഒരു സിസ്റ്റമായിട്ട് ഫുട്ടാകുന്ന പ്ലെയർ അല്ല, നിങ്ങൾ എടുക്കണ്ട എന്നത്. അങ്ങനെ ആ ഒരു പ്ലെയറെ എടുക്കുന്നില്ല. ബാഴ്സലോണ വേറെ പ്ലെയേഴ്സിനെ നോക്കാൻ പോയി. അപ്പോൾ ഇതായിരുന്നു അപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആണ് ഈ ഒരു റയൽ മാഡ്രിഡ് അലജാൻഡ്രോ ബെസ്റ്റോണി റൂമേഴ്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അലജാൻഡ്രോ ബെസ്റ്റോണി റയലിലേക്ക് പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ ആള് ബാഴ്സയിലേക്ക് പോകാൻ തയ്യാറായിരുന്നു. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഈ ഒരു ഇറ്റാലിയൻ മീഡിയാസ് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പല വീഡിയോസിലും. പക്ഷേ റയലിൻ്റെ കാര്യത്തിലേക്ക് അലജാൻഡ്രോ ബെസ്റ്റോണി ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ചില മീഡിയാസ് ഇപ്പോൾ പറയുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, അലജാൻഡ്രോ ബെസ്റ്റോണി ഈ ഒരു ജോസെ മൗറിഞ്ഞോ എന്ന് പറയുന്ന റയലിൻ്റെ പുതിയ കോച്ച്, ആളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്ന രീതിയിൽ ചില മീഡിയാസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം ഓൾറെഡി ഇറ്റലിയിൽ വർക്ക് ചെയ്തിട്ടുള്ള കോച്ചാണ് ഈ ഒരു കോച്ചായിട്ടുള്ള ജോസെ മൗറിഞ്ഞോ. അപ്പം അതുകൊണ്ട് തന്നെ ആളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആളുമായിട്ട് ചേർന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു താല്പര്യം ഒരു പ്ലെയറിന് ഓട്ടോമാറ്റിക്കായിട്ട് കാണും, നോർമലാണത്. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. റയൽ മാഡ്രിഡ് ഈ ഒരു പ്ലെയറിന് വേണ്ടി 60 മില്യൺ സെറ്റ് ആക്കുന്നുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ചില മീഡിയാസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും സോളിഡ് ആയിട്ട് ഉറപ്പിച്ച് 100% റയൽ മാഡ്രിഡ് ഈ ഒരു പ്ലെയറിന് വേണ്ടി പോകുകയാണ് എന്ന രീതിയിൽ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതാണ് അലജാൻഡ്രോ ബെസ്റ്റോണി ടു റയൽ മാഡ്രിഡ് കറന്റ് സിറ്റുവേഷൻ. ഇനി നമ്മൾ മൈക്കൽ ഒലിസയുടെ കാര്യത്തിലേക്ക് വരാം. ഇതുവരെ ഫുട്ബോൾ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നെയ്മർ ജൂനിയറിന്റെ ആണ്. ബാഴ്സയിൽ നിന്ന് PFC നെയ്മറിനെ സ്വന്തമാക്കിയത് 222 മില്യൺ യൂറോസ് നൽകിക്കൊണ്ടാണ്. ഫുട്ബോൾ ഹിസ്റ്ററിലെ ഏറ്റവും വലിയൊരു ട്രാൻസ്ഫർ ഫീ ആണ് 222 മില്യൺ യൂറോസ് എന്ന് പറയുന്നത് 2017. അതിനുശേഷം എത്ര വർഷം കഴിഞ്ഞു? ഓൾമോസ്റ്റ് ഒരു 9 വർഷത്തോളമായി. പക്ഷെ ഇതുവരെ ഒരു ടീമിനും ആ ഒരു റെക്കോർഡ് എമൗണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്തവണ റയൽ മാഡ്രിഡ് അത് ബ്രേക്ക് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. goal.com അടക്കം ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 223 മില്യൺ യൂറോസ്, 222 മില്യണെക്കാട്ടിലും 1 മില്യൺ യൂറോ കൂടുതലാണ് ഈ ഒരു ട്രാൻസ്ഫർ ഫീ ആയിട്ടുള്ള എമൗണ്ട്. അതായത് നമ്മൾ ഈ ഒരു ഒലിസിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ക്ലബ്ബ് എന്ന് പറയുന്നത് ബയൺ മ്യൂണിക്കാണ്. ബയൺ മ്യൂണിക്ക് മൈക്കൽ ഒലിസയെ വിൽക്കുന്നില്ല എന്നൊരു തീരുമാനമായിരുന്നു എടുത്തിരുന്നത്. ഞങ്ങൾ വിൽക്കുന്നില്ല, 200 മില്യൺ ഓഫർ വന്നാലും ഞങ്ങൾ കൊടുക്കില്ല എന്നതായിരുന്നു ഈ ഒരു ബയൺ മ്യൂണിക്കിന്റെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം റയലിന് വേണമെങ്കിൽ 200 മില്യൺ ഒരു ഓഫർ ഞങ്ങൾക്ക് തരാം, നോ പ്രോബ്ലം, പക്ഷെ ഞങ്ങൾ അത് റിജക്റ്റ് ചെയ്യും, അത് തരുന്നതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന രീതിയിൽ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് 223 മില്യൺ യൂറോസ് അത് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 190 മില്യൺ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട്, 190 മില്യൺ യൂറോസ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ടും 33 മില്യൺ യൂറോസ് ഒരു ആഡ് ഓണും ആയിട്ടുള്ള ഒരു പാക്കേജ് ആണ്. 223 മില്യൺ യൂറോസിന്റെ പാക്കേജ്, 190 മില്യൺ ഫിക്സഡും 33 മില്യൺ ആഡ് ഓണും ആയിട്ട് 223 മില്യൺ യൂറോസിന്റെ പാക്കേജിലാണ്
ഈ ഒരു പ്ലെയറിനെ റയൽ സൈൻ ചെയ്യുക എന്ന രീതി പറയുന്നുണ്ട്. അറിയാലോ, ഒരു ഗാലറ്റിക്കോസ് ലെവലിലുള്ള സൈനിങ് നടത്തുമെന്ന് ഓൾറെഡി റയലിന്റെ പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആൾ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. 150 മില്യൺ യൂറോസിന്റെ ഒരു ഓഫർ ജൂലിയൻ ആൽവാരസിന് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആളുടെ ഭാഗത്തു നിന്നും റയലിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ശ്രമം വന്നിട്ടുണ്ട്. അപ്പൊ അടുത്തത് ഈ ഒരു മൈക്കൽ ഒലിസയ്ക്ക് വേണ്ടി ഒരു വലിയ എമൗണ്ടിന്റെ ഒരു ശ്രമം നടത്തും എന്ന രീതിയിലാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ഒരു ഡീപ്പായിട്ട് ആലോചിക്കുന്ന സമയത്ത് ഓൾറെഡി റയലിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഡിഫൻസിലേക്ക് അവർ 3 സൈനിങ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാളെ ഫ്രീ ട്രാൻസ്ഫറിൽ കൊണ്ടുവന്നു, കൊനാറ്റയെ. പിന്നെ കൊണ്ടുവന്നിട്ടുള്ള ഡംഫ്രീസിന് വേണ്ടി 25 മില്യൺ യൂറോസോളം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 60 മില്യൺ യൂറോസോളം ആ ഒരു ഈ ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള മാർക്ക് കുക്കുറേലയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി 85 മില്യൺ യൂറോസ് സ്പെൻഡ് ചെയ്തു. മിഡ്ഫീൽഡിൽ ഓൾറെഡി ബെർണാഡോ സിൽവ എന്ന് പറയുന്ന ഒരു താരത്തെ സൈൻ ചെയ്തിട്ടുണ്ട്. അത് ഫ്രീ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ഇതിനോടകം 85 മില്യൺ ഓളം റയൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് മാത്രമല്ല, നല്ലൊരു മിഡ്ഫീൽഡറിനെ കൂടെ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഒരു നല്ല മിഡ്ഫീൽഡറിനെ കിട്ടണമെങ്കിൽ ആവറേജ് ഒരു 80 മില്യൺ എങ്കിലും വെക്കണമല്ലോ. 80 മില്യൺ ടു 100 മില്യൺ. അപ്പോൾ 80 ഒരു 160 മില്യൺ ഓൾറെഡി അവർ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ സ്പെൻഡ് ചെയ്യും. അതിന് പുറമെ ഒലിസിന് വേണ്ടി 223 മില്യൺ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. 400 മില്യൻ്റെ അടുപ്പിച്ച് ഒരു ഒറ്റ ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽ സ്പെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റയൽ ഇത്രയും വലിയൊരു എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. പിന്നെ റയലാണ്, അവർ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോസിലൊന്നും വലിയ രീതിയിൽ പൈസ ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പോസിബിൾ അല്ല എന്നും പറയാൻ പറ്റത്തില്ല. അവരുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ കുറിച്ചൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. എത്ര രൂപ അവർക്ക് ചിലവാക്കാൻ പറ്റുമെന്നത് ക്ലബിന് മാത്രമേ അറിയത്തുള്ളൂ. അതൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റത്തില്ല. എന്തായാലും 300 മില്യൺ വരെയൊക്കെ ഒരു നോർമൽ റേഞ്ചിൽ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു 400 മില്യൺ ലെവലിലേക്കൊക്കെ എങ്ങനെ സ്പെൻഡ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അത് മാത്രമല്ല, ഒരു സെന്റർ ബാക്കിനെ കൂടെ അവർ നോക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. സെന്റർ ബാക്ക് അലജാൻഡ്രോ ബെസ്റ്റോണി ആണെങ്കിൽ 60 മില്യൺ. അപ്പോൾ പിന്നെ അത് 400 മില്യൺ മുകളിൽ പോയി. അപ്പം അത്രയും വലിയൊരു എമൗണ്ട് ഒരൊറ്റ സിംഗിൾ ട്രാൻസ്ഫർ വിൻഡോയിൽ റയൽ സ്പെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പാടുപിടിച്ച പണിയാണ്. അത്രയും വലിയൊരു എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഉറപ്പിച്ച് പറയാൻ പറ്റും 400 മില്യണിന് മുകളിൽ, ഒരു പക്ഷേ 380 ആ റേഞ്ചിലൊക്കെ ചിലപ്പോൾ സ്പെൻഡ് ചെയ്തേക്കാം. പക്ഷെ 400 മില്യണിന് മുകളിൽ റയലിന് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റയലിന്നല്ല, ഒരു ടീമിന് ആ ഒരു റേഞ്ചിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എടുത്തു വരേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മൈക്കിൾ ഒലിസെ റയലിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ റേഞ്ച് എന്ന്. ഓൾറെഡി സ്വീഡനെ ഇതില്ലാത്ത 3 ഗോളുകൾക്ക് ഫ്രാൻസ് പരാജയപ്പെടുത്തി. 2 അസിസ്റ്റാണ് ഒലിസ് നൽകിയത്, 2 ഗോളാണ് എംബാപ്പെ നേടിയത്. എംബാപ്പെ ഒലിസും തമ്മിലുള്ള ആ ഒരു ഗെയിം വേറെ ലെവലിൽ വർക്കാവുന്നുണ്ട് ഈ ഒരു വേൾഡ് കപ്പിൽ. ഒരാൾ അസിസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, ഒരാൾ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ ക്ലബിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ വിനീഷ്യസ് കൂടെയുണ്ട്. പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിന്ന് കത്തും എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷെ ഇത് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ. പക്ഷെ ഇത്രയും വലിയൊരു എമൗണ്ട് ഒലിഫിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ബയണ് കൊടുത്തേക്കാം. കാരണം ബയണ് 200 മില്യൺ കൊടുത്താലും ഞങ്ങൾ തരത്തില്ല എന്ന രീതിയിലാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇത് വലിയൊരു എമൗണ്ട് ആണ്. 223 മില്യൺ ഒരു ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ കിട്ടിയേക്കാം. അപ്പോൾ ഇതിന്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ പറയുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡേൽ.